മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ സമ്മാനിച്ച വാർത്ത പുറത്തു വരുമ്പോൾ ഒരച്ഛന്റെ നന്ദി നിറഞ്ഞ കണ്ണുകൾ ആലുവ രാജഗിരി ആശുപത്രിയിലെ പീഡിയാട്രിക് വാർഡിലുണ്ടായിരുന്നു. ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിയോയാണിത്. തന്റെ 1 വയസ്സുകാരി മകൾ റാഹേലിന് പുതുജീവൻ നൽകിയ മനുഷ്യന് ദൈവം നൽകിയ അംഗീകാരമാണിതെന്ന് റിയോ സാക്ഷ്യപ്പെടുത്തുന്നു. വെള്ളിത്തിരയിലെ നായകനേക്കാൾ വലിയ ഹൃദയമുള്ള മനുഷ്യസ്നേഹിയാണ് മമ്മൂട്ടിയെന്ന് റാഹേലിന്റെ കുടുംബം വികാരാധീനരായി പറയുന്നു. കേരൻ ഷെയറിൻ്റെ ഒരു സഹായത്തോടെയാണ് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ടി വിയിൽ കണ്ടത് മമ്മൂട്ടി സാർക്ക് പത്മഭൂഷൺ കിട്ടിയെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആളുടെ ഒരു പ്രത്യേകമായൊരു ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് രാജഗിരിയും അതുപോലെ തന്നെ എൻ്റെ കുട്ടീനെ സർജറി ചെയ്ത വിനീത് ഡോക്ടർ, പിന്നെ ഡിക്സി മാഡം, പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നാണ് നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം ചെയ്യണം തന്നെ പറഞ്ഞത്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് ചെയ്യുമെന്നൊരു സാഹചര്യം കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വാത്സല്യം പദ്ധതി കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷ വയ്ക്കുകയും എത്രയും വേഗം തന്നെ അവരത് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ചെയ്തു. കുഞ്ഞിന് ഒരു കിഡ്നിയിൽ തടസ്സമായിട്ടാണ് വന്നത്. എന്നിട്ട് ആ കിഡ്നിയിലുള്ള തടസ്സം നമ്മൾ റോബോട്ടിക് സർജറി വഴിയാണ് ആ തടസ്സം നീക്കം മാറ്റിയത്. അതുകൊണ്ട് കുഞ്ഞിന് എളുപ്പം തന്നെ അടുത്ത ദിവസം തന്നെ കുഞ്ഞിന് വീട്ടിൽ പോകാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു ഗുണമായിരുന്നു. കുഞ്ഞിന് പെയിനോ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ കുഞ്ഞിന് പെയിൻ ഭയങ്കര കുറവായിരുന്നു, മനസ്സിലായില്ലേ. അതുകൊണ്ട് കുഞ്ഞിന് എളുപ്പം വീട്ടിൽ പോകാനായിട്ട് സാധിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന വാത്സല്യം പദ്ധതിയിലൂടെയാണ് റാഹേലിന്റെ ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നടത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയയാണ് കുഞ്ഞിന് നൽകിയത്.